ഇടുക്കിയിലെ മലയോര റോഡുകൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഇതര സംസ്ഥാന മിനി ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. രൂപമാറ്റം വരുത്തി അധിക സീറ്റുകൾ ഘടിപ്പിച്ചെത്തുന്ന ഇതര വാഹനങ്ങൾക്ക് ഹൈറേഞ്ചിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും വിദഗ്ധരുടെയും ആവശ്യം. അവധിയാഘോഷങ്ങൾക്കായി ഇടുക്കി മലയോരത്തേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം റോഡപകടങ്ങളും ഇവിടെ പതിവാകുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മിനി ബസ്സുകളാണ് ഇതിൽ കൂടുതലും അപകടങ്ങളിൽപ്പെടുന്നത്. ഇതിനകം നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയകനാലിന് സമീപം തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. ഇടുക്കിയിലെ കുത്തിറക്കവും കൊടുമ്പളവുകളും നിറഞ്ഞ റോഡുകളിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഇത്തരം ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത്. നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തി കൂടുതൽ സീറ്റുകൾ കുത്തിനിറച്ചാണ് പല മിനി ബസ്സുകളും സർവീസ് നടത്തുന്നത്. ഹൈറേഞ്ച് റോഡുകളെ കുറിച്ചുള്ള പരിചയക്കുറവും അമിത വേഗതയും കൂടിയാകുമ്പോൾ ദുരന്തത്തിന്റെ ആഴം കൂടുന്നു. ഓരോ വർഷവും ഇത്തരം വാഹനങ്ങൾ ഇവിടെ അപകടമുണ്ടാക്കുന്നുണ്ട്. കോടി നാഷണൽ ഹൈവേയിൽ ചിന്നക്കനാൽ പെരിയനാൽ റൂട്ടിൽ ഈ വളവിലായിട്ട് ഇപ്പം അപകടം തുടർക്കഥയാകുകയാണ്. പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. പണിത് തീർത്തിട്ടില്ല. വീണ്ടും വാഹനങ്ങൾ അപകടപ്പെടുന്ന ഒരു സാധ്യതയുണ്ട്. ഇനി വരുന്ന മാസങ്ങളിൽ മഴയാണ്, മഞ്ഞുണ്ടാകുന്ന സമയമാണ്. ഇവിടുത്തെ ചെറിയ സൈൻ ബോർഡുകളൊന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്നില്ല. വലിയ ഡിജിറ്റൽ സൈൻ ബോർഡുകൾ ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവർ വലിയ സൈൻ ബോർഡുകൾ മേളിലുള്ള 2 വളവുകളിൽ സ്ഥാപിച്ചാൽ മാത്രമാണ് ഇനിയുള്ള അപകടങ്ങളിൽ തടയാൻ സാധിക്കുകയുള്ളൂ. ദേശീയപാത അധികൃതർ അതുപോലെ തന്നെ എത്രയും വേഗത്തിൽ തന്നെ അടിയന്തരമായി ഈ കലുങ്കുകളുടെ നിർമ്മാണം കൂടെ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇനി കൂടുതൽ അപകടങ്ങളുണ്ടാകും. 15ഓളം അപകടങ്ങളാണ് ഈ സമീപ 1-2 വർഷത്തിനിടയ്ക്ക് ഇവിടെ നടന്നിട്ടുണ്ടാകുന്നത്. അപകട വളവുകളിൽ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക, യാത്രക്കാർക്ക് ദൂരക്കാഴ്ച നൽകുന്ന വലിയ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക, അപകട സാധ്യതയേറിയ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങളിൽ രാത്രിയും പകലും ഒരുപോലെ തെളിയുന്ന ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഇനിയൊരു ജീവൻ കൂടി ഈ മലയോര പാതകളിൽ പൊലിയാതിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.